നിശ്ചയദാർഢ്യത്തിൻ്റെ ആൾ രൂപമായിരുന്നു തോമസ് ആൽവ എഡിസൺ. അമേരിക്കക്കാരനായ ഈ ശാസ്ത്രജ്ഞനെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. സ്വിച്ചിടുമ്പോൾ തെളിയുന്ന ലൈറ്റിൻ്റെ ആദ്യ രൂപം കൊണ്ടുവന്നത് തോമസ് ആൽവ എഡിസനാണ്. വൈദ്യുതി കടത്തിവിടുമ്പോൾ പ്രകാശിക്കുന്നതും നീണ്ടു നിൽക്കുന്നതുമായ ഒരു ഫിലമെൻ്റ് കണ്ടെത്തുവാനായിട്ട് 6000-ലേറെ വസ്തുക്കളിൽ അദ്ദേഹം പരീക്ഷണം നടത്തി. 2774 പ്രാവശ്യത്തോളം അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ടായിരുന്ന പലരും അദ്ദേഹത്തെ വിട്ട് യാത്രയായി. എന്നാൽ എഡിസന്റെ നിശ്ചയദാർഢ്യം ഒടുവിൽ വിജയം കണ്ടെത്തി. നാം നോമ്പ് തുടങ്ങിയിട്ട് ഏതാണ്ട് 10-23 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ ദിവസത്തിലൊക്കെ എത്തി നിൽക്കുമ്പോൾ ആലോചിക്കുക, നോമ്പിൽ തുടങ്ങിയ ഒരു നിശ്ചയദാർഢ്യം, എടുത്ത ഒരു തയ്യാറെടുപ്പ് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതോ അത് മങ്ങിപ്പോയോ? നിശ്ചയദാർഢ്യത്തിൻ്റെ ആൾ രൂപങ്ങളായ ആൽവ എഡിസനൊക്കെ ഈ സമയത്ത് നമ്മുടെ മുമ്പിൽ വലിയ ചൂണ്ട് പലകകളാണ്. നാം ദൈവത്തോട് പുലർത്തിയ ഒരു ആത്മാർത്ഥത, നാം സഭയോട് കാണിക്കുന്ന ഒരു സത്യസന്ധത, നമ്മുടെ ജീവിതത്തോട് തന്നെ നാം കാണിക്കുന്ന ഒരു നിഷ്കർഷത, ഇവയെല്ലാം ഈ നോമ്പിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിശ്ചയദാർഢ്യം ഒട്ടും കുറയാതെ ഈ ദിവസങ്ങളിൽ വീണ്ടും കൂടുതൽ തീക്ഷ്ണതയോടെ നോമ്പിൻ്റെ 2ാം പാതിയിലേക്ക് നമുക്ക് സാവധാനം പ്രവേശിക്കാം.